അകപ്പി എന്നിട്ടല്ല ലെഫ്റ്റ് അടിക്കുന്നു. സ്ക്രീന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രോബ്ലം ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് മാസ് ഫ്ലോ റേറ്റും ഒക്കെ കണ്ടുപിടിച്ചു, ബൈപ്പാസ് ഫാക്ടർ കണ്ടുപിടിച്ചു, കൂളിംഗ് കോയിൽ, പിന്നെ സപ്ലൈ ആൻഡ് ഔട്ട്ഡോർ കണ്ടീഷൻ അത് കണ്ടുപിടിച്ചു, അല്ല എയർ ക്വാണ്ടിറ്റീസ് എത്ര കണ്ടുപിടിച്ചു. പക്ഷെ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് ഞാൻ മുക്കി വെച്ചൊരു സാധനമുണ്ട്, ഈ ഒരു സാധനം CHSF. പിന്നെ കൂളിംഗ് കോയിലിന്റെ ലോഡൊക്കെയാണ്, കൂളിംഗ് കോയിലിന്റെ ലോഡൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞതാവുന്നത്. അപ്പം ഈ CHSF ഈ ഒരു സംഭവം എന്തായിരിക്കും? SF എന്ന് പറയുന്നത് എന്തിനായിരിക്കും? എന്തായാലും അല്ലെ HSF എന്ന് പറയുന്നത് എന്തിനും? കുറെ സമയത്ത് കേട്ടോണ്ടെന്നാണ്. CSHF അതിൻ്റെ അകത്തുള്ള HSF എന്തായിരിക്കും ഉദ്ദേശിക്കേണ്ടത്? നമ്മൾ സംഭവം എവിടോ ഇത് സി അവിടെ കിടക്കട്ടെ, ബാക്കിയുള്ള എന്താ? അത് ശരി, നല്ല മൊയ്ന്തകളാണിപ്പോ. ഹ്യൂമിഡിറ്റി അല്ല, SHF എന്താ? സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ അല്ലേ? അത് തന്നെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ശരിക്ക് നമ്മൾ RSHF എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായത്? റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടറായി. ഇത് നമുക്കുള്ളത് ഞാൻ ടൈപ്പ് ചെയ്ത സമയത്ത് തെറ്റിപ്പോയതാണ്. CSHF ആണ്. അതെന്തായിരിക്കും? സി വെച്ച് തുടങ്ങുന്ന എന്ത് സാധനം അതിൻ്റെ അകത്തുള്ളത്? CHF കംപ്രസർ ഒന്നുമില്ല. നമ്മൾ ഈ ചിത്ര വരച്ചതിൻ്റെ ഉള്ളില് സി വെച്ച് തുടങ്ങുന്ന എന്ത് സാധനമാണ്? നോക്കിക്കോ, കോയിൽ. ആ ഒരു സാധനമേ ഉള്ളൂ, അതാണ് കൂളിംഗ് കോയിൽ. അപ്പൊ CSHF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കോയിൽ സെൻസിബിൾ ഹീറ്റ് ഫാക്ടറാണ്. ഓക്കെ, CHSF എന്ന് പറയുന്നത് കോയിലിന്റെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രത്യേകിച്ച് ഭയങ്കര സംഭവമായിട്ട് ഇക്വേഷൻ ഒന്നല്ല. നമുക്ക് സെൻസിബിൾ ഹീറ്റ് അറിയാലോ, അതിന്റെ കൂടെ ഔട്ട്സൈഡ് എയർ സെൻസിബിൾ ഹീറ്റും കൂടി ആഡ് ചെയ്യാം. ഡിവൈഡ് ബൈ നമ്മളെ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ഔട്ട്സൈഡ് എയർ സെൻസിബിൾ ഹീറ്റ് പ്ലസ് കഴിഞ്ഞില്ല ലാറ്റന്റ് ഹീറ്റ് പ്ലസ് ഔട്ട്സൈഡ് എയർ ലാറ്റന്റ് ഹീറ്റ്. ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്യണം. എക്സ്ട്രാ വരുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഞാൻ അണ്ടർലൈൻ ചെയ്യുന്ന ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഒന്ന് ഇത് ഔട്ട്സൈഡ് എയർ സെൻസിബിൾ ഹീറ്റ്, ന്യൂമറേറ്ററിൽ അത് വന്നു. ഡിനോമിനേറ്ററിൻ്റെ അകത്ത് ടോട്ടൽ ഔട്ട്സൈഡ് എയർ ഹീറ്റാന്ന് വേണ്ട, അതായത് ഔട്ട്സൈഡ് എയർ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ഔട്ട്സൈഡ് എയർ ലാറ്റന്റ് ഹീറ്റ്. ഇത്രയും സാധനം എക്സ്ട്രാ വന്നേ ഉള്ളൂ. ബാക്കി നോക്കി എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലാറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞ ടേം ഇതിൻ്റെ അകത്ത് കാണുന്നില്ലേ? സെൻസിബിൾ ഹീറ്റ് ഇവിടെ ഉണ്ട്, താഴത്തെ സെൻസിബിൾ ഹീറ്റ് ഇവിടെ ഉണ്ട്, താഴത്തെ ലാറ്റന്റ് ഹീറ്റ് ഇവിടെ ഉണ്ട്. എക്സ്ട്രാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്സൈഡ് എയർ എന്ന് പറഞ്ഞ ഒരു ടേം മാത്രമേ വന്നിട്ടുള്ളൂ. OASH എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതാണ്. OA എന്ന് ഉദ്ദേശിക്കുന്നത് ഔട്ട് സൈഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്.
ഔട്ട്സൈഡ് എയറിന്റെ സെൻസിബിൾ ഹീറ്റും ഔട്ട്സൈഡ് എയറിന്റെ ലാറ്റന്റ് ഹീറ്റും. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമല്ല, നമ്മളെ ഗ്രാഫിൽ തന്നെ കണ്ടുപിടിക്കുന്നതാണ്. നമ്മളുടെ ഈ ഒരു പോയിന്റ് ഒഴികെ ബാക്കിയെല്ലാം ഒന്ന് മയക്കുന്നുണ്ട്. നമ്മളെ കൂളിംഗ് പ്രോസസ്സ് ഒഴികെ ബാക്കിയൊക്കെ ഞാൻ മയച്ചളയുന്നുണ്ട്. അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ കൺഫ്യൂഷൻ ആവും. എന്തുകൊണ്ടാണ് നമ്മളെ പ്രോസസ്സ് നടക്കുന്നത് M-ന്ന് S-ലേക്കുള്ള പ്രോസസ്സ് മാത്രമാണ്, M to S. അതുകൊണ്ട് അത് മാത്രം ഞാനിവിടെ ബാക്കി വെക്കുന്നു, ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്യാം. വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കണ്ട. ഞാൻ OS MS എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം മാത്രമേ എടുക്കുള്ളൂ. നമ്മളെ കൂളിംഗ് കോയിലൊക്കെ അവിടെയുണ്ട്. ഈ ഒരു പ്രോസസ് M to S എന്ന് വെച്ചാൽ സപ്ലൈ എയർ കണ്ടീഷൻ. M-ന്ന് S-ലേക്കുള്ള ഈ ഒരു പ്രോസസ്സാണ് നമുക്ക് ശരിക്കും നടക്കുന്നത്. ഇനി ഔട്ട്സൈഡ് എയർ സെൻസിബിൾ ഹീറ്റും ഔട്ട്സൈഡ് എയർ ലാറ്റന്റ് ഹീറ്റും എങ്ങനെ കണ്ടുപിടിക്കുക വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മളുടെ ഈ ഒരു സെറ്റപ്പിന്റെ മൊത്തം കഴിഞ്ഞതാണ്. ഔട്ട്സൈഡ് എയർ വരുന്ന എയറിന്റെ നമുക്കിതെല്ലാം മനസ്സിലാക്കാം, ഒന്നും വേണ്ട. ഔട്ട്സൈഡ് എയർ ആയതുകൊണ്ട് മാറിപ്പോയതാണ്. നമ്മളെ കണ്ടീഷൻ എന്തൊക്കെയായിരുന്നു തന്നത്? ഇൻസൈഡ് കണ്ടീഷനും ഔട്ട്സൈഡ് കണ്ടീഷനും. സ്പേസിലുള്ളത് 26 ഡിഗ്രി സെൽഷ്യസും സ്പേസിൽ എത്രയായിരുന്നു? 26 ഡിഗ്രി സെൽഷ്യസും എത്ര പെർസെന്റേജ് ആയിരുന്നു? 35% ആയിരുന്നു. ഇതാണ് നമ്മളെ റൂമിലുള്ള അവസ്ഥ 6. അതേപോലെ തന്നെ ഔട്ട്സൈഡ് കണ്ടീഷൻ തന്നിരുന്നത് എന്തായിരുന്നു? ഔട്ട്സൈഡ് 40 ഡിഗ്രി സെൽഷ്യസും 40%. അത് കൊടുക്കുക. 40 ഡിഗ്രി സെൽഷ്യസ് 40%. ഇപ്പൊ ഇതാണ് ഔട്ട്സൈഡ് കണ്ടീഷൻ. ഇത് തമ്മിൽ നമ്മളൊരു ലൈൻ വെച്ചിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സാണ് എടുക്കേണ്ടത്. ഈ ഒരു ഐറ്റം മാത്രം എടുക്കുക, ബാക്കിയൊക്കെ നമ്മൾ വരച്ചിട്ടൊക്കെ ഉണ്ട്. തൽക്കാലം ഇത് മാത്രമേ നമുക്ക് എടുക്കണ്ടു. ഈ ഒരു സംഭവം CSHF എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് മാത്രമേ ആവശ്യമുള്ളൂ. ഇതിൻ്റെ അകത്തുള്ള എന്താണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇവിടെയുള്ള സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കും? നമുക്ക് ഈ ഒരു ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് ഇങ്ങോട്ടേക്കും പിന്നെ ഒന്ന് താഴത്തേക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടുമല്ലോ. എല്ലാ സമയത്തും ഇതിനെയാണ് നമ്മൾ ലാറ്റന്റ് ഹീറ്റ് ആയോ. ലാറ്റന്റ് ഹീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇവിടെ ഒരു X എന്ന് പറഞ്ഞൊരു ടേം ഇട്ട് കൊടുത്തു. X-ലേക്കുള്ള ഈ ഒരു സംഭവമാണ് നമ്മളെ ലാറ്റന്റ് ഹീറ്റ്. അതേപോലെ തന്നെ X-ലേക്കുള്ള ആ ഒരു ഐറ്റാണ് നമ്മളുടെ X-ലേക്ക്. ഈ ഒരു ദൂരത്തിനെ നമ്മൾ സെൻസിബിൾ ഹീറ്റ് എന്നും പറയല്. മനസ്സിലാക്കാൻ വലിയ പണിയൊന്നുമില്ല. X-ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ടെമ്പറേച്ചർ ഡിഫറൻസ് കാണാൻ പറ്റും. ബിക്കോസ് 26 ഡിഗ്രി സെൽഷ്യസ് ആണുള്ളത്. X എത്തുമ്പോഴത്തേക്ക് അത്രയും 40 ഡിഗ്രി സെൽഷ്യസ് ആയി. അപ്പൊ X-ലേക്കുള്ള ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ സെൻസിബിൾ എന്ന് പറയും. അതേപോലെ തന്നെ X-ലേക്കുള്ള പ്രോസസ്സ് നോക്കിയേ. X-ലേക്കുള്ള പ്രോസസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റില്ല? ടെമ്പറേച്ചർ ഡിഫറൻസ്, വേരിയേഷൻ കാണാൻ പറ്റില്ല. അതായത് സെൻസ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. സെൻസ് ചെയ്യാൻ പറ്റാത്ത ഐറ്റത്തിന് നമ്മൾ എന്താ പറയല്? ലാറ്റന്റ് എന്നുള്ള വാക്ക് വെച്ചിട്ട് അറിയിക്കല്. ലാറ്റന്റ് ഹീറ്റ് അവിടെയും ആണ് ഉള്ളത്. ഇനി ഇത് രണ്ടും എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ള, നമ്മൾ ഏത് ഇതെടുത്തിട്ടുള്ളത്? ഔട്ട്സൈഡ് എയറിന്റെ കാര്യമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അവിടുത്തെ ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് ഏതാ എടുക്കേണ്ടത്? മാസ് ഓഫ് ഔട്ട്സൈഡ് എയർ ആയിരിക്കോ, മാസ് ഓഫ് റൂം എയർ ആയിരിക്കോ, അല്ലെങ്കിൽ മാസ് ഓഫ് റീസർക്കുലേറ്റഡ് ആയിരിക്കോ, അതും അല്ലെങ്കിൽ മാസ് മിക്സ് ചെയ്തതായിരിക്കും. ഏതിനായിരിക്കും എടുക്കുക?
ഔട്ട്സൈഡ് എയർ സെൻസിബിൾ ഹീറ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഏതായിരിക്കും എടുക്കേണ്ടത്? ഏത് മാസമായിരിക്കും എടുക്കേണ്ടത്? ഇതിൻ്റെ അകത്ത് കുറെ മാസം ഉണ്ട് നമുക്ക്. ഔട്ട്സൈഡ് എയറിലെ കാര്യങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആരെയാണ് കൊടുക്കുക? ഔട്ട്സൈഡ് എയറിലെ മാസമല്ലേ എടുക്കേണ്ടത്. മാസ് ഓഫ് ഔട്ട്സൈഡ് എയർ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ച് വെച്ചതാണ്. എത്രയാണ്? ഇവിടെ ഇവിടെ ഏതാ? മാസ് ഓഫ് ഔട്ട്സൈഡ് എയർ ഇസ് ഈക്വൽ ടു 0.56 kg/s. അത് കിട്ടിയതാണ്. അത് ഞാൻ ഇവിടെ എഴുതുക. നമുക്ക് ആദ്യം ഔട്ട്സൈഡ് എയർ സെൻസിബിൾ ഹീറ്റ് കണ്ടുപിടിക്കാം. ഔട്ട്സൈഡ് എയർ സെൻസിബിൾ ഹീറ്റ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു മാസ് ഓഫ് ഔട്ട്സൈഡ് ഇൻറ്റു എച്ച് മൈനസ് എച്ച്. ഏതൊക്കെ തമ്മിലുള്ള എച്ച് ആണെന്ന് നോക്കാലോ. എൻതാൽപ്പി ഡിഫറൻസ് ആണ്. സെൻസിബിൾ ഹീറ്റിംഗ് നടക്കുന്ന എവിടെ നോട്ടാണ്? 6x ഈ ഒരു പ്രോസസ്സിലാണ്. അപ്പൊ എക്സിലുള്ള എൻതാൽപ്പി എന്ന് വെച്ചാൽ എത്രയാണ്? ഏകദേശം 61 വരുന്നുണ്ട്. അപ്പൊ HX മൈനസ് HR അത് ഇട്ട് കൊടുത്താൽ മതി. HX മൈനസ് HR റൂമിലുള്ള H is equal to mass of outside എനിക്ക് കിട്ടിയിട്ടുണ്ട് 0.58 ഇൻറ്റു HX വാല്യൂ കിട്ടി 61. 61 മൈനസ് HR റൂമിലുള്ള എൻതാൽപ്പി എത്രയാണ്? റൂം കണ്ടീഷൻ എൻതാൽപ്പി നോക്കി പറഞ്ഞു. 6 വരുന്നത് ഏകദേശം 45 ആണ്. അതിട്ട് കൊടുക്കുക. അയ്യോ, 6 വരുന്നത് 45 മൈനസ് 45. ഇത് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് ഔട്ട്സൈഡ് എയർ സെൻസിബിൾ ഹീറ്റ് എത്രയാന്ന് കിട്ടും. അതേപോലെ തന്നെ ഔട്ട്സൈഡ് എയർ ലാറ്റന്റ് ഹീറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ മാസ് ഓഫ് ഔട്ട്സൈഡ് എയർ ഇൻറ്റു ലാറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത് എവിടെ തൊട്ട് എവിടം വരെയാവും? ലാറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പൊ ഓന്ന് എക്സിലേക്കുള്ള ഈ ഒരു പ്രോസസ്സിലാണ് എന്ത് നടക്കുന്നത്? നമ്മളെ ലാറ്റന്റ് ഹീറ്റ് നടക്കുന്നത്. അപ്പൊ ഓല എൻതാൽപ്പിയും വേണം, എക്സിലെ എൻതാൽപ്പിയും വേണം. ഓയിലുള്ള എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 85. എക്സിലുള്ള എൻതാൽപ്പി നമ്മൾ ഓൾറെഡി കണ്ടുപിടിക്കുകയും ചെയ്തതാണ്. അപ്പൊ ഓല് 85. HO മൈനസ് HX ഈക്വൽ ടു MO എന്ന് എനിക്കറിയാം 0.58 ഇൻറ്റു 85 മൈനസ് HX എന്ന് വെച്ചാൽ 61 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? മാസ് ഓഫ് ഈ രണ്ട് വാല്യൂസ് എത്രയാണെന്ന് പറഞ്ഞേ. ഈ രണ്ട് വാല്യൂസ് എത്ര കിട്ടുക? ഞാൻ തന്നെ കണ്ടുപിടിക്കേണ്ടി വരില്ലേ? കണ്ടുപിടിക്കാം. 0.58 ഇവിടെയാ രണ്ടാമത്തെ 13.92 കിലോ വാട്ട്. അതേപോലെ തന്നെ മുകളിലോ 9.28 കിലോ വാട്ട്. ഔട്ട്സൈഡ് എയർ സെൻസിബിൾ ഹീറ്റ്, ഔട്ട്സൈഡ് എയർ ലാറ്റന്റ് ഹീറ്റും കിട്ടി. അങ്ങനെയാണെങ്കിൽ CSHF എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സെൻസിബിൾ ഹീറ്റ് പ്ലസ് ഔട്ട്സൈഡ് എയർ സെൻസിബിൾ ഹീറ്റ് ഡിവൈഡഡ് ബൈ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ഔട്ട്സൈഡ് എയർ സെൻസിബിൾ ഹീറ്റ് പ്ലസ് പിന്നെ ലാറ്റന്റ് ഹീറ്റിന്റെ ടേംസ്, ലാറ്റന്റ് ഹീറ്റ് പ്ലസ് ഔട്ട്സൈഡ് എയർ ലാറ്റന്റ് ഹീറ്റ്. എല്ലാ വാല്യൂസും എനിക്ക് അറിയുന്നതാണ്. സകല വാല്യൂസ് എനിക്ക് കിട്ടിയാൽ ഞാൻ തൽക്കാലം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട്. സെൻസിബിൾ ഹീറ്റ് ക്വസ്റ്റ്യനിൽ എനിക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 60 അല്ലേ? 60 പ്ലസ് ഔട്ട്സൈഡ് എയർ സെൻസിബിൾ ഹീറ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 9.28.
divided by 60 plus 9.28 plus latent heat എത്രയായിരുന്നു പറഞ്ഞ 10 അല്ലേ, പ്ലസ് ഔട്ട്സൈഡ് എയർ CSHF അല്ലേ? CHF അല്ലേ? CSHF എന്നിട്ടല്ലേ നേരത്തെ മാറ്റിയില്ലേ? ആ ഹീറ്റ് ഫാക്ടർ. കോയിൽ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ. ഈക്വേഷൻ സോൾവ് ചെയ്താൽ മതി. ഇത് എത്ര വരിക? എന്ത് വരും? അങ്ങനെ വരില്ലേ? 60 plus 9.82 0.74. ആ 0.74 കഴിഞ്ഞു. ഇത്രയുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലെ പ്രോബ്ലത്തിൻ്റെ അകത്ത് ഞാൻ ഈ ഒരു സാധനം കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞില്ല, ഇത് ഫ്രഷ് ആയിട്ട് പറഞ്ഞിട്ടാന്ന് വെച്ചിട്ട് 2 പ്രോബ്ലത്തിൻ്റെ അകത്ത് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇത് കണ്ടുപിടിക്കാൻ മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. പറഞ്ഞതിനകത്ത് ഇതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് കുറച്ചൊരു നമ്മളെ ബാക്കിയെല്ലാം മയച്ചളയേണ്ടി വരും, അല്ലെങ്കിൽ ഫുൾ കുറേ ലൈൻസ് ഉണ്ടാവും. അപ്പോൾ ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അത് പറഞ്ഞുതരാണ്ടെന്ന്. അപ്പം നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വേറൊരു പ്രോബ്ലത്തിലേക്ക് എടുക്കാം. നെക്സ്റ്റ് പ്രോബ്ലം ഇത്ര വലിയ ടഫ് ഒന്നല്ല, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നെക്സ്റ്റ് പ്രോബ്ലം ശരിക്കും നമുക്ക് ചെയ്യണമെങ്കിൽ ഈ ലോജിക്ക് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇത്രയും സമയം നമ്മൾ ചെയ്തത്. ഗ്രാഫിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് ഐഡിയ കിട്ടണം, എന്നാലേ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതാണ് ലാസ്റ്റ് ടൈപ്പ് പ്രോബ്ലം ആണ് ഇനി പറയാനുള്ളത്. ഇതും കൂടി കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ എടുത്ത പ്രോബ്ലംസ് കംപ്ലീറ്റ് ആവും. ഇതിൽ വരുന്ന പ്രോബ്ലംസിന്റെ ഒരുപാട് തീരും. ഇതാണ് ലാസ്റ്റ് ടൈപ്പ് പ്രോബ്ലം. ക്വസ്റ്റ്യനിലൊന്നും വലിയ വ്യത്യാസമൊന്നും കാണാനൊന്നും സാധിക്കില്ല. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. സെൻസിബിൾ ഹീറ്റ് ആൻഡ് ലാറ്റന്റ് ഹീറ്റ് ലോഡ് ഓൺ സ്പേസ് ആർ 50 kW ആൻഡ് 10 kW. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ തന്ന പോലെ തന്നെ സെൻസിബിൾ ഹീറ്റും ലാറ്റന്റ് ഹീറ്റും എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ കോൾഡ് ആൻഡ് ഡീഹ്യൂമിഡിഫൈഡ് എയർ അറ്റ് 10 degree Celsius DBT. കോൾഡും ഡീഹ്യൂമിഡിഫൈഡ് ആയിട്ടുള്ള എയർ, അതായത് 10 degree Celsius DBTയും 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ സ്പേസ് കണ്ടീഷൻ അറ്റ് 24 degree Celsius. വേറെ ഒന്നും തരുന്നില്ല. എന്താണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്? മനസ്സിലായോ? 2 എയറിന്റെ കണ്ടീഷനെ നമുക്ക് തന്നിട്ടുള്ളൂ. ഒന്ന് 10 degree Celsius DBT 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള എയർ, കോൾഡ് ആൻഡ് ഡീഹ്യൂമിഡിഫൈഡ് എയർ അറ്റ്, അതായത് തണുത്തതും
ഡീഹ്യൂമിഡിഫൈഡ് ആയിട്ടുള്ള എയറും 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള എയറിന ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ദ സ്പേസ് കണ്ടീഷൻ അറ്റ് 24°C. അപ്പൊ നമ്മളെ സ്പേസിലെ ടെമ്പറേച്ചർ എത്രയായിരിക്കും ഇതിൻ്റെ അകത്ത്? ഏതായിരിക്കും സ്പേസിലെ കണ്ടീഷൻ ഉണ്ടാകുക? സംഭവം പറഞ്ഞെന്താ മനസ്സിലായോ? നമ്മളൊരു റൂമിനെ തണുപ്പിക്കുകയാണ്. അത് ബാക്കി ഈ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് എന്തോ വരുന്നുണ്ട്, അതൊക്കെ കിടക്കട്ടെ. ഔട്ട്സൈഡ് എയർ ഉണ്ട്, ഔട്ട്സൈഡ് എയർ വന്ന് ഔട്ട്സൈഡ് എയർ കൂളിംഗ് കോയിലുമായിട്ടൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ പുറത്തേക്ക് വന്നു. അതിനാണ് നമ്മൾ സപ്ലൈ എയർ എന്ന് പറയല്. അതായത് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയർ അത് ഒരു റൂമിലേക്ക് പോകും. ഇതാണ് നമ്മളെ റൂം. ആ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് മനുഷ്യന്മാരുടെ ചൂടൊക്കെ വലിച്ചെടുത്തിട്ട് അത് തിരിച്ച് അതിൻ്റെ വഴിക്കങ്ങ് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഭാഗം റീസർക്കുലേഷൻ ഒക്കെ നടത്തുന്നുണ്ടാവും, RC ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്ന പ്രകാരമുള്ള എല്ലാ ഭാഗങ്ങളും ഒന്ന് നോക്കാലോ. കോൾഡ് ആൻഡ് ഡീഹ്യൂമിഡിഫൈഡ് എയർ അറ്റ് 10°C DBT ആൻഡ് 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിന്? ടു മെയിൻറ്റെയിൻ സ്പേസ് കണ്ടീഷൻ അറ്റ് 24°C. അതായത് നമ്മളെ റൂമിലുള്ള നമ്മളെ സ്പേസിലുള്ള കണ്ടീഷൻ എത്രയാണ്? 24°C ആണ്. ഇതെങ്ങനെയാക്കിയത്? നമ്മളെ കൂളിംഗ് കോയിലിൽ കൂടെ തണുപ്പിച്ചത് ടെമ്പറേച്ചറുള്ള എയർ വെച്ച് 10°C DBTയും 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ബാക്കി ഒന്നും തന്നിട്ടില്ല. ഔട്ട്സൈഡ് എന്താ കണ്ടീഷൻ എന്നോ ഔട്ട്സൈഡിൽ എന്തുണ്ടെന്നോ റീസർക്കുലേറ്റഡ് എന്താണെന്നോ ഒന്നും തന്നിട്ടില്ല. എത്രത്തോളം എയർ റീസർക്കുലേറ്റ് ചെയ്തെന്നോ അങ്ങനത്തെ ഒരു സംഭവം തന്നിട്ടില്ല. മനസ്സിലായോ? ഒന്നുകൂടെ വൃത്തിക്ക് ചിത്രം വരയ്ക്കാം, അപ്പോൾ ഒന്ന് ക്ലിയർ ആയിക്കോളും. ഞാൻ ഇപ്പൊ ഈ ഗ്രാഫിന്റെ ഉള്ളിൽ കൊണ്ടേ വരച്ചിട്ടാണ്. നമ്മളെപ്പോഴും പഠിച്ച ഫിഗർ എന്ന് പറയുന്നത് എപ്പോഴും സമ്മർ എയർ കണ്ടീഷൻ വരുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഔട്ട്സൈഡ് എന്നുള്ള എയർ വരും. ഔട്ട്സൈഡ് എയർ വന്ന് അതിനെ ഡയറക്റ്റ് നമ്മൾ എവിടത്തേക്ക് കൊടുക്കും? നമ്മളെ കൂളിംഗ് കോയിലിലേക്ക് കൊടുക്കും. സമ്മർ എയർ കണ്ടീഷനിങ് നടക്കുന്നതാണ്. കൂളിംഗ് കോയിലിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന സാധനത്തിന് നമ്മൾ സപ്ലൈ എയർ എന്ന് പറയില്ല. സപ്ലൈ എയർ എങ്ങനെ? റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയർ. അത് നല്ല തണുത്ത എയർ ആയിരിക്കും. പക്ഷെ റൂമിൽ മനുഷ്യന്മാരും പിന്നെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് റൂമിൻ്റെ ഉള്ളിൽ വേറെ എയർ ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ കയറിയ പാട് ആ എയറിന്റെ കണ്ടീഷനൊക്കെ മാറും. അങ്ങനെ ചൂടൊക്കെ വലിച്ചെടുത്തിട്ടുള്ള എയറിനെയാണ് നമ്മൾ തിരിച്ചു കൊടുക്കുക. ഇതാണ് റീസർക്കുലേറ്റഡ് എയർ എന്ന് പറയുന്നത്. മേ ബി ഇതിനകത്തുള്ള ഒരു ചെറിയ പോർഷൻ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും? ഈ കൂളിംഗ് കോയിൽ മിക്സ് ചെയ്യുന്നതിനെക്കാട്ടി മുമ്പിട്ട് മിക്സിങ് നടത്തും. മേ ബി നമുക്കറിയില്ല, ചിലപ്പോൾ നടത്താം, ചിലപ്പോൾ നടത്താതിരിക്കാം. നമുക്കിനി ഈ ക്വസ്റ്റ്യനിലൊന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ്. കോൾഡ് ആൻഡ് ഡീഹ്യൂമിഡിഫൈഡ് എയർ അറ്റ് 10°C DBT ആൻഡ് 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അതായത് കോൾഡും 10°C 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള എയറിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എവിടത്തേക്ക്? ടു മെയിൻറ്റെയിൻ ദ സ്പേസ് കണ്ടീഷൻ അറ്റ് 24°C. അതായത് എൻ്റെ കയ്യിലുള്ള എൻ്റെ റൂം, അതിനെയാണല്ലോ സ്പേസ് എന്ന് പറയുന്നത്. ആ സ്പേസ് എത്ര °C ആക്കാൻ വേണ്ടിയിട്ട്? 24°C ആക്കാൻ വേണ്ടി ഞാൻ 10°C DBTയും 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള എയറിനെയാണ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കൂളിംഗ് കോയിലൊക്കെ കഴിഞ്ഞ് ആ സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന എയർ ഇത്രയാണ്. ഇതാണ് എനിക്ക് തന്നിട്ടുള്ള ഐറ്റംസ്. ഔട്ട്സൈഡ് എയറിനെ എനിക്ക് തന്നിട്ടില്ല, പക്ഷെ ഇൻസൈഡ് എയർ എനിക്ക് തന്നിട്ടുണ്ട്. ഇൻസൈഡ് റൂമിലെ കണ്ടീഷൻ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ള സപ്ലൈ എയറിന്റെ കണ്ടീഷനാണ്. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് സെൻസിബിൾ ഹീറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 60 kW. ലേറ്റന്റ് ഹീറ്റ് തന്നിട്ടുണ്ട് 10 kW. ഇത്രയും മാത്രമേ എനിക്ക് ക്വസ്റ്റ്യനിലുള്ളൂ. 60 അല്ല 50 ആയിരുന്നല്ലേ. $50 kW ലേറ്റന്റ് ഹീറ്റ് 10 kW തന്നിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഇനി ഗ്രാഫ് വരക്കാൻ വേണ്ടിയിട്ട്. സിമ്പിളാണ്. എന്താണ്ട്
ഗ്രാഫിലേക്ക് പോവുക. സ്ഥിരം തന്നിരിക്കുന്ന സെറ്റപ്പ് ഒക്കെ ഇതിൻ്റെ അകത്ത് വരച്ചു കൊടുക്കുക. ഒന്ന് ഫസ്റ്റ് പോയിന്റ് എന്താ വന്നിട്ടുള്ളത്, 24 ഡിഗ്രി സെൽഷ്യസ് ആന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ റൂമിലെ കണ്ടീഷൻ. പക്ഷെ വേറൊരു പോയിന്റ് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ റൂമിലെ അവസ്ഥ എന്തായിരിക്കും, നമുക്ക് പോയിന്റ് മാർക്ക് ചെയ്യാൻ പറ്റില്ല. 2 പോയിന്റ് തന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഗ്രാഫിന്റെ അകത്ത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലെ റൂമിലെ കണ്ടീഷൻ തന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പോയിന്റർ അവിടെ പോയി നമ്മള് 24 ഡിഗ്രി സെൽഷ്യസ്. 24 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. 24 ഡിഗ്രി സെൽഷ്യസിൽ എവിടെയോ ആണ് നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് കണ്ടീഷൻ എന്നുള്ളത്. റൂമിലുള്ള അവസ്ഥ ഈ പോയിന്റിൽ എവിടെയോ ഉണ്ട്, എനിക്കറിയില്ല എവിടെയാണ്. റൂം കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈനിന്റെ അകത്ത് എവിടെയോ ഉണ്ട്. കാരണം എനിക്ക് 2 പോയിന്റ് കിട്ടിയാലേ എനിക്ക് കറക്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നിക്കൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അങ്ങനെ എന്തെങ്കിലും തരണം. അതൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു ലൈൻ അവിടെ വരച്ചിട്ടിരുന്നേ ഉള്ളൂ. രണ്ടാമത് സപ്ലൈ ചെയ്ത എയറിന്റെ കണ്ടീഷൻ എനിക്ക് തന്നിട്ടുണ്ട്. സപ്ലൈ ചെയ്ത എയറിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്, 10 ഡിഗ്രി സെൽഷ്യസും 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അതെനിക്ക് ധൈര്യമായിട്ട് മാർക്ക് ചെയ്യാം. 2 പോയിന്റ് ഉണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പൊ 10 ഡിഗ്രി സെൽഷ്യസും 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും വരുന്ന ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 90. ഇതാണ് പോയിന്റ്. ഇതാണ് സപ്ലൈ ചെയ്ത എയറിന്റെ കണ്ടീഷൻ. സപ്ലൈ ചെയ്ത എയറിന്റെ കണ്ടീഷൻ കൂളിംഗ് കോയിൽ വഴി സപ്ലൈ ചെയ്തത്. ഇനി ബാക്കിയുള്ളതൊക്കെ കണ്ടുപിടിക്കുക വേണ്ടത്. അപ്പൊ നമ്മൾ ശരിക്കും പെട്ടിട്ടാണുള്ളത്. എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടെന്ന് ഒരു ധാരണയില്ല അല്ലേ? ഒരു ധാരണ ഇല്ലാത്ത അവസ്ഥയില്ലേ? അങ്ങനെയാണ് ഇത് ഉണ്ടാവുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് സെൻസിബിൾ ഹീറ്റ് ഒക്കെ തന്നിട്ടുണ്ടായത്. അപ്പൊ നമ്മൾ ഓൺ ദ സ്പോട്ട് എന്തിനാ കണ്ടുപിടിച്ചോളുക, സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ അവിടെ കണ്ടുപിടിച്ച് വെച്ചോളുക. സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ഇസ് ഈക്വൽ ടു, റൂമിലുള്ള കാര്യമാണ്. അതുകൊണ്ട് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ഇസ് ഈക്വൽ ടു സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലാറ്റന്റ് ഹീറ്റ് ആണെന്നറിയാം. വിച്ച് ഈസ് ഈക്വൽ ടു, സെൻസിബിൾ ഹീറ്റ് എനിക്ക് തന്നിട്ടുണ്ട് 50 ആണ്, ഡിവൈഡ് ബൈ 50 പ്ലസ് 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ഡിവൈഡ് ബൈ 60. ആൻസർ ഈസ് എന്താണ്? പെട്ടെന്ന് തീരും അത്. 50 ഡിവൈഡ് ബൈ 60, 5/6 എത്രയാ? 0.833. 5 divided by 6 is equal to 0.83. 0.83. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കിട്ടിയല്ലോ. അതെനിക്ക് ഇവിടെ മാർക്ക് ചെയ്യാലോ. 0.8, 0.83 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഈ ഒരു പോയിന്റിലാണ് ഉണ്ടാവുക. സെൻസിബിൾ ഹീറ്റ് ഫാക്ടറിന്റെ സ്കെയിൽ എടുക്കുക, സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ അവിടെ ജോയിൻ ചെയ്യുക. അടുത്തത് എനിക്ക് അറിയുന്നത് വെച്ചാൽ അലൈൻമെന്റ് സർക്കിളാണ്. അലൈൻമെന്റ് സർക്കിൾ മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഐറ്റം ഏതാണ്? 24 ഡിഗ്രി സെൽഷ്യസും 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അത് മാർക്ക് ചെയ്യാലോ. 24 ഡിഗ്രി സെൽഷ്യസും 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ അല്ല, ഇവിടെയാണ്. ഇതാണ് എൻ്റെ അലൈൻമെന്റ് സർക്കിൾ. അലൈൻമെന്റ് സർക്കിൾ. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ ഒരു ലൈൻ അങ്ങ് ജോയിൻ ചെയ്യുന്നു. അലൈൻമെന്റ് സർക്കിളും നമുക്ക് കിട്ടിയ സെൻസിബിൾ ഹീറ്റ് ഫാക്ടറും വെച്ചിട്ട് ഒരു ലൈൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഇതാണ് നമ്മളെ ബേസ് ലൈൻ. ഓക്കെ, ഇതിന്റെ പേരാണ് ബേസ് ലൈൻ. ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് എന്ത് തന്നിട്ടില്ല, റീസർക്കുലേഷൻ ഉണ്ട് എന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് അതിന്റെ അർത്ഥം ഏത് പോയിന്റ് നമ്മൾ റൂമിലുള്ള എയറിനെ തന്നെയാണ് തിരിച്ച് ഉള്ളിലേക്ക് എടുക്കുന്നതെന്നാണ്. അല്ലാണ്ട് ഔട്ട്സൈഡ് എയറിനെ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. റൂമിലുള്ള എയറിനെ അങ്ങനെ തന്നെ എടുക്കുകയാണ്. റൂമിന്റെ ഉള്ളിൽ തന്നെയുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് തന്നിട്ടില്ല നോക്കിക്കോ. എവിടെയെങ്കിലും റീസർക്കുലേഷനോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യനിൽ ഒന്നും തന്നിട്ടില്ല. അതിനർത്ഥം നമ്മൾ കാറിലൊക്കെ AC ഓൺ ആക്കിയിട്ട അവസ്ഥയായിരിക്കും. അതാണ് അതിന്റെ അർത്ഥം. ഔട്ട്സൈഡ് എയറിന് ഇതിൻ്റെ അകത്ത് യാതൊരു പങ്കും ഇല്ല എന്നർത്ഥം. അപ്പൊ ഞാൻ ഔട്ട്സൈഡ് എയറിനെ മൊത്തത്തിലങ്ങ് കളഞ്ഞു. ഔട്ട്സൈഡ് എയർ എന്ന് പറഞ്ഞ ഐറ്റം ഇല്ല ഇതിൻ്റെ അകത്ത്. എന്താ ചെയ്യുന്നത്, ഈ കൂളിംഗ് കോയിലിൻ്റെ അകത്തുള്ള
പുറത്തേക്ക് വന്ന സാധനം റൂമിലേക്ക് എത്തിയ എയർ തിരിച്ച് റീസർക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെയും കൂളിംഗ് കോയിലേക്ക് തന്നെ കൊടുക്കുന്നു. ഇവിടെ ഈ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നതെന്ന് അർത്ഥം. കാരണം ഔട്ട്സൈഡ് എയറിനെ പറ്റിയിട്ട് ഒരു കാര്യം വേണ്ടിയില്ല. ഔട്ട്സൈഡ് എയറിനെ പറ്റി ഒന്നും മിണ്ടാത്ത സ്ഥിതിക്ക് നമ്മൾ റൂമിലെ എയറിനെ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് അർത്ഥം. കാരണം റൂമിലെ എയറിന്റെ കണ്ടീഷൻ തന്നിട്ടുണ്ട്, സപ്ലൈ എയർ കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ റൂമിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്നുള്ള ഔട്ട്സൈഡ് എയർ നമ്മൾ യൂസ് ചെയ്യുന്നേ ഇല്ല. ഔട്ട്സൈഡ് എയർ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നേ ഇല്ല എന്ന് അർത്ഥം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് സാധാരണ എന്താ ചെയ്യല്, അവിടെ റൂമിലെ കണ്ടീഷൻ തന്നിട്ടുണ്ട്, ഇതിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്താൽ മതി. സപ്ലൈ എയർ ഇവിടുന്ന് ബേസ് ലൈനിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇത് തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് തന്നെ ആയിരിക്കും ഇവിടെ ഒരു പോയിന്റ് കിട്ടിയാ അതെ ആ സെയിം പോയിന്റ് ആയിരിക്കും നമ്മളുടെ റൂമിലുള്ള കണ്ടീഷൻ. ഈ കാണുന്ന പോയിന്റ് ആയിരിക്കും റൂമിലുള്ള കണ്ടീഷൻ. നോക്കിക്കോ, റൂമിലുള്ള കണ്ടീഷൻ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് 24 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ബാക്കിയുള്ളത് എത്ര പെർസെൻറ്റേജ് ഉണ്ട്, 45% ആണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇവിടുത്തെ എൻതാൽപ്പി എന്ന് പറയുന്നത് ഏകദേശം 46ന്റെ അടുത്ത് വരുന്നുണ്ട്. ഇവിടുത്തെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, അങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ 0.008 സംതിങ് വരുന്നുണ്ട്. ഇവിടുത്തെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം, നേരെ ഇങ്ങോട്ടേക്ക് വരിക. ഈ ഒരു പോയിന്റിലായിരിക്കും വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഉണ്ടാകുക എന്ന് വെച്ചാൽ 15, 16, 17ന്റെ ഇടയിൽ. ഇപ്പോൾ 16.5 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും വെറ്റ് ബൾബ്. അങ്ങനെ എന്തും ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? അതുകൊണ്ടാണ് ഇത് ഞാൻ ആദ്യം പറയാണ്ടുന്നത്. ഇത് സ്പെഷ്യൽ കേസ് ആണ്. നമുക്ക് ഔട്ട്സൈഡ് എയറിനോ റീസർക്കുലേഷനോ ഒന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ തന്നിരിക്കുന്ന റൂമിലെ എയറിനെ തന്നെയാണ് നമ്മൾ രണ്ടാമത് തണുപ്പിച്ചിട്ട് ഇങ്ങനെ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നതെന്നോ, അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇതൊരു സ്പെഷ്യൽ കേസ് ആണ്. കഴിഞ്ഞ തവണ ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ്. ഫസ്റ്റ് ബാച്ചിനുള്ള ക്വസ്റ്റ്യന്റെ ടൈമിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പ്രതീക്ഷിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നുള്ളത്. ഇവിടെ നമുക്ക് അധികം ഒന്നും ചെയ്യാനില്ല. ബേസ് ലൈനിന് പാരലായിട്ട് സപ്ലൈ കണ്ടീഷൻ്റെ അകത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈന് മാത്രമേ വരക്കണ്ടു. അത് തന്നെയായിരിക്കും നമ്മളുടെ ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആയിരിക്കും നമ്മളെ റൂമിലെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിന് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ സ്പേസിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഒറ്റയടിക്ക് കണ്ടുപിടിക്കുക. എവിടത്തേക്ക് നോക്കിയാൽ മതി, അവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈന് എത്രയായിട്ട് കൂട്ടിമുട്ടുന്നത് നോക്കിയാൽ മതി. അന്നേരത്തെ എനിക്ക് കിട്ടും 45 ഡിഗ്രി സെൽഷ്യസ്, 45% ആണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിന്റെ ലൈന് വരുന്നത്. ഇങ്ങനെയാണ് അത് വരുന്ന ലൈൻ എന്ന് വെച്ചാൽ 45%ന്റെ ആണ്. എനിക്ക് അവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കിട്ടി 45%. നെക്സ്റ്റ് അതിനോട് ചോദിച്ചിട്ടുള്ള എന്താ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മാസ് ഫ്ലോ റേറ്റ് ഓഫ് സപ്ലൈ എയർ. സപ്ലൈ എയറിന്റെ മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേറെ മാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് അത് തന്നെയാണ് എടുക്കേണ്ടത്. അതായത് Q ഇസ് ഈക്വൽ ടു M ഇൻറ്റു H മൈനസ് H, എൻതാൽപ്പി ഡിഫറൻസ്. ഏതൊക്കെയാ എൻതാൽപ്പി? H ഓഫ് റൂം മൈനസ് H ഓഫ് സപ്ലൈ. അത് 2 പോയിന്റ് നമ്മൾ തണുപ്പിക്കുന്നത് ഈ ഒരു 2 ഭാഗത്തിന് മാത്രമാണ്. ഇവിടെയാണ് നമ്മളെ കൂളിംഗ് കോയിൽ സ്ഥിരീകരിക്കുന്നത്. ഈ റൂമിലുള്ള എയറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തണുപ്പിച്ചിട്ട് സപ്ലൈ എയറിനെ ആക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇതിന് മാത്രമേ കണ്ടുപിടിക്കണ്ടൂ. H റൂം, ഇവിടെയാണ് H സപ്ലൈ. Hലെ റൂമിലുള്ള H എന്ന് വെച്ചാൽ 46 കിട്ടും. Q എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 + 10 സെൻസിബിൾ ഹീറ്റ് പ്ലസ് ലാറ്റന്റ് ഹീറ്റ് ഈക്വൽ ടു M ഇൻറ്റു 46 or 7 45 46
46 എടുക്കാം. മൈനസ് എച്ച് എസ് എന്ന് പറയുന്നത് 25, 26, 27. അപ്പൊ എം ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 46 മൈനസ് 27 എത്രയാണ്? 19 ചെയ്ത് നോക്കി എത്ര കിട്ടും? 60 divided by 19, 3.15 കിലോഗ്രാം പെർ സെക്കൻഡ്. ഇത്രയാണ് മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് ഔട്ട്സൈഡ് എയറോ ഇൻസൈഡ് എയറോ ഒന്നും മാർക്ക് ചെയ്യാനില്ല. ക്വസ്റ്റ്യൻ്റെ അകത്ത് തരാത്തതുകൊണ്ട് റീസർക്കുലേഷൻ ഇല്ല, മിക്സിംഗ് ഇല്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അത് ശരി. ബേസ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതിന്റെ ലോജിക്ക് അറിയണമെങ്കിൽ നമുക്ക് ആ റീസർക്കുലേഷനും ഒക്കെയുള്ള പ്രോബ്ലംസ് ചെയ്താൽ ഇതിന്റെ ലോജിക്ക് പിടിയിട്ടുള്ളൂ. എന്തായാലും പ്രശ്നമുണ്ടോ? ചെറിയതോ 4 സ്റ്റെപ്പിൽ ഉത്തരം കഴിയും. ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. നമ്മൾ സെൻസിബിൾ ഹീറ്റ് കണ്ടുപിടിക്കുന്നു, സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു, ബേസ് ലൈൻ വരക്കുന്നു. എനിക്ക് സപ്ലൈ എയറിന്റെ കണ്ടീഷൻ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നതുകൊണ്ട് സപ്ലൈ എയറിന്റെ 2 പോയിന്റ് എനിക്ക് തന്നിട്ടുണ്ട്. 90% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ട് സപ്ലൈ എയർ എനിക്ക് ഡയറക്റ്റ് മാർക്ക് ചെയ്യാം. റൂമിലുള്ള എയർ എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. 24 ഡിഗ്രി സെൽഷ്യസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയോ വെറ്റ് ബൾബ് ടെമ്പറേച്ചറോ അങ്ങനെ വേറെ ഒരു പോയിന്റ് തന്നിട്ടില്ല. അപ്പൊ ഞാൻ തൽക്കാലം ഇവിടുന്ന് നീട്ടിയൊരു ലൈൻ വരച്ചു. നമ്മൾ ആദ്യം തന്നെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കണ്ടുപിടിച്ചു, ബേസ് ലൈൻ വരച്ചു. വേറെ പ്രത്യേകിച്ച് റീസർക്കുലേഷനോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും, ഈ ബേസ് ലൈനിന് പാരലായിട്ട് വരച്ചിട്ട് ഇത് കൂട്ടിമുട്ടുന്ന പോയിന്റ് ആയിരിക്കും നമ്മളുടെ റൂമിലെ കണ്ടീഷൻ എന്ന് പറയുന്നത്. കാരണം റൂമിലെ എയറിനെ തന്നെ നമ്മൾ ഈ കൂളിംഗ് പ്രോസസ്സിന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഉത്തരം കിട്ടും. ആ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്യൂ കണ്ടുപിടിക്കാം. ക്യൂ ഈസ് ഈക്വൽ ടു എം ഇൻ ടു റൂമിലെ മൈനസ് സപ്ലൈ എന്താൽപി. അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടും? എമ്മിന്റെ വാല്യൂ എത്രയാന്ന് അവിടെ നിന്ന് കിട്ടും. ഇത്രയും പ്രോബ്ലംസ് ആണ് നമ്മളെ മെയിനായിട്ട് ഈ ഒരു മൊഡ്യൂളിൻ്റെ അകത്ത് വരുന്നത്. എന്നും പ്രോബ്ലംസ് ചെയ്യിപ്പിക്കാം. നമുക്ക് റിവിഷൻ ടൈമിൽ നമുക്ക് എന്നും പ്രോബ്ലംസ് ചെയ്യാം. റിവിഷൻ ടൈമിൽ എന്തായാലും നമ്മൾ കുറേ പ്രോബ്ലംസ് മാത്രമായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക.